തിതിക്ഷ. ഈ സാധനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രയാസമുള്ള ഒന്നാണ് ഈ തിതിക്ഷ. അതാണ് അവസാനം പറഞ്ഞത്. എളുപ്പമുള്ളതിനെ ആദ്യം പറയുക, പ്രയാസമുള്ളതിനെ അവസാനം പറയുക. ഇത് ഈ ശാസ്ത്രത്തിന്റെ ഒരു മര്യാദയാണ്, ഒരു രീതിയാണ്. ഇതിന് ലൗകിക ന്യായത്തിൽ സൂചി കടാഹ ന്യായം എന്ന് പറയും. ലൗകിക ന്യായം അതായത് ഒരു കൊല്ലപ്പണിക്കാരൻ, അതായത് ഈ ഇരുമ്പ് കൊണ്ട് പണിയുന്ന ആൾ, അയാളുടെ അടുത്തൊരാളൊരു സൂചി ഉണ്ടാക്കാൻ ചെന്നു. വേറൊരാളൊരു വലിയ വാർപ്പ് പാത്രം ഉണ്ടാക്കാനും ചെന്നു. രണ്ടുപേരും അവിടെ ഇരിക്കാൻ പറയും പണിക്കാരൻ. എന്നിട്ട് ആദ്യം സൂചി ഉണ്ടാക്കാൻ വന്നവൻ ആദ്യം സൂചി ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കും. കാരണം അതിന് കുറച്ച് അല്പസമയം മതിയല്ലോ. എന്നിട്ട് മറ്റോനോട് പറയാം, ഇനി 1 മാസം കഴിഞ്ഞ് വരിക, ഞാൻ അപ്പോഴേക്ക് ഈ വലിയ പാത്രം ഉണ്ടാക്കി വെക്കാമെന്ന് പറയും. അപ്പോൾ എളുപ്പം ഉള്ളതിനെ ആദ്യം ചെയ്യുക, പ്രയാസമുള്ളതിനെ മാറ്റിവെക്കും. അതുപോലെ ശാസ്ത്രത്തിനും അതുപോലെ എളുപ്പമുള്ളതിനെ ആദ്യം പറഞ്ഞു, പ്രയാസമുള്ളതിനെ പിന്നീട് മാറ്റിവെക്കുന്നു. അതാണ് സൂചി കടാഹ ന്യായം എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും പ്രയാസമുള്ള തിതിക്ഷ എന്ന് പറയുന്നതാണ് ഇവിടെ അവസാനം പറഞ്ഞിരിക്കുകയാണ്. സമാധി ഷഡ്ക സമ്പത്തി. തിതിക്ഷ ഏറ്റവും പ്രയാസമുള്ള, പറയാൻ എളുപ്പം, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ പ്രയാസമാണ്. തിതിക്ഷയെക്കുറിച്ച് എന്ന് പറയുന്നത് എല്ലാം സഹിക്കുക, എല്ലാം സഹിക്കണം എന്ന് പറയുന്നു. എല്ലാം സഹിക്കണം എന്ന് പറയുമ്പോൾ എന്തിനാ സഹിക്കേണ്ടത്? ആദ്യം സഹിക്കേണ്ടത് അവനവനെ തന്നെ. തിതിക്ഷയിൽ ആദ്യം സഹിക്കേണ്ടി വരുന്നത് അവനവനെ തന്നെയാണ്. നമുക്ക് പലപ്പോഴും സഹിക്കാൻ പറ്റാതെ വരുന്നത് നമ്മളെ തന്നെയാണ്. പിന്നെയാണ് ബാക്കിയുള്ളവരെ സഹിക്കേണ്ടി വരുന്നത്. സഹിക്കണോ സഹിക്കണ്ടെന്ന് ചിന്തിക്കേണ്ടി വരുന്നതാണ്. അത് ആത്മപരിശോധന ചെയ്യുന്നവന്, സ്വയം ചിന്തിക്കുന്നവന്. നമ്മളെപ്പോഴും സഹിക്കാൻ ശ്രമിക്കുന്ന മറ്റുള്ളവരെയാണ്. പറയാറുണ്ടല്ലോ, അവൻ ഇത്രയൊക്കെ ഉപദ്രവം ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അവനെ സഹിക്കുന്നുണ്ടെന്ന് എന്ന് പറയും. അങ്ങനെ പറയുന്നത് എന്താണ്? തനിക്ക് തന്നെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. താൻ തന്നെ സഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സഹനം എന്ന് പറയുന്നത്. നമ്മളോട് നമ്മൾ നീതി കാണിക്കുക, സ്വയം നീതീകരിക്കുക. സ്വയം നീതീകരിക്കുന്നുണ്ടോ എന്നൊരു വ്യക്തി ആത്മപരിശോധന ചെയ്യുമ്പോൾ മനസ്സിലാവും, ഇല്ല എന്ന് മനസ്സിലാവും. ആദ്യം കിട്ടുന്ന ഉത്തരവ് അതാണ്. തനിക്ക് തന്നോട് നീതി കാണിക്കാൻ പലപ്പോഴും പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ താൻ ആർജിക്കുന്ന അറിവിനനുസരിച്ച് തനിക്ക് എപ്പോഴും പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. ഇയാൾ തന്നെ സഹിക്കാൻ പറ്റാത്ത. അവിടെ ആദ്യം സഹിക്കേണ്ടി വരുന്നത് തന്നെയാണ്. തന്നെ സഹിക്കാന്ന് വെച്ചാൽ തനിക്ക് പ്രതികൂലമായിരിക്കുന്നതെല്ലാം തന്റെ ഉള്ളിൽ തന്നെയുണ്ട്, പുറമേയല്ല. തന്റെ മുന്നോട്ടുള്ള ഗതിയെ തടയുന്ന സർവ്വ വിഷയങ്ങളും തന്റെ ഉള്ളിലായിരിക്കും. അതിനെ മാറ്റി, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ച്, അല്ലെങ്കിൽ അതിനെ വശത്താക്കി മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ തനിക്ക് തന്നെ സഹിക്കാൻ പറ്റാതിരിക്കുകയാണ്. ഭഗവത്ഗീതയിൽ എന്ന് പറയുന്നത് എന്താണ്? ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. ഏറ്റവും വലിയ ഉപദേശം ഒരു സാധകന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഉപദേശം. താൻ തന്നെയാണ് തന്റെ ബന്ധു, താൻ തന്നെയാണ് തന്റെ ശത്രു. ഇതാണ് ഞാൻ പറഞ്ഞത്, തന്നെ സഹിക്കണമെന്ന്. ഈ തിരിച്ചറിവ് ഉണ്ടാകുകയാണ് തന്നെ സഹിക്കുക എന്ന് പറഞ്ഞാൽ. തന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് താൻ തന്നെ. താൻ തന്നെ എന്ന് പറയുമ്പോൾ തന്റെ അന്ധകരണത്തിലെ വിചാരങ്ങൾ, തന്റെ അന്ധകരണത്തിന്റെ വികാരങ്ങൾ തന്നെയാണ് തനിക്ക് ഏറ്റവും വലിയ ശത്രു. വേറെ ആരുമില്ല. പുറമേയുള്ള ഒരാളിനെ നമ്മൾ ശത്രുവായിട്ട് വെറുതെ ആരോപിക്കുകയാണ്. പുറമേയുള്ള ആൾ ഒരുപക്ഷെ നമ്മളോട് ശത്രുതാപരമായി പെരുമാറിയിക്കാം, നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ സൃഷ്ടിക്കാം. അതൊക്കെ ശരി, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് ജീവിതത്തിൽ. പക്ഷേ തന്റെ മിത്രങ്ങൾ തന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ബാഹ്യമായ ശത്രുത നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പുറമേ ഒരാൾ തന്നെ അസ്വസ്ഥനാക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ
തന്റെ മിത്രങ്ങൾ തന്റെ ഉള്ളിലുണ്ടെങ്കിൽ, തന്റെ മിത്രങ്ങൾ എന്ന് പറയുന്നത് വിവേകം, ശാന്തി, വൈരാഗ്യം തുടങ്ങിയ തന്റെ മിത്രങ്ങൾ തന്റെ ഉള്ളിലുണ്ടെങ്കിൽ പുറമേയുള്ള ഒരു ശത്രുവിനും നമ്മെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മെ ലേശം പോലും അസ്വസ്ഥനാക്കാൻ പറ്റില്ല എന്നർത്ഥം. ഒരു വ്യക്തി മുഖാന്തരം, ഒരാൾ നമ്മുടെ ശത്രുവാണെന്നിരിക്കട്ടെ, ആ വ്യക്തി മുഖാന്തരം ആ വ്യക്തി എനിക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ എന്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, ഒരു ശത്രുവിനെ കരുതി ഞാൻ അസ്വസ്ഥനാകുന്നുണ്ടെങ്കിൽ, ഒരു ശത്രുവിനെ കരുതി ഞാൻ പരാതിപ്പെടുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം ഞാനവിടെ എന്നോട് പരാജയപ്പെട്ടു എന്നാണ്. ഞാൻ സ്വയം പരാജയപ്പെട്ടു എന്നാണ്. ഞാൻ ആ ശത്രുവിന് കീഴടങ്ങി എന്നാണ്. ബാഹ്യമായ ശത്രുവിന് തനിക്ക് അവിടെ മിത്രങ്ങളില്ല എന്നാണ്. തന്റെ ആന്തരികമായി തനിക്ക് മിത്രങ്ങളില്ല. ആന്തരികമായി തനിക്ക് സഹചാരികളായിരിക്കേണ്ട, ഒരു സാധകന് സഹചാരികളായിരിക്കേണ്ട മിത്രങ്ങളില്ല. എന്ത്? ശാന്തി, വിരക്തി, ആത്മനിയന്ത്രണം തുടങ്ങിയ മിത്രങ്ങൾ തന്നെ ഇല്ലാതെ വരുമ്പോൾ മാത്രമേ ഒരു ബാഹ്യ ശത്രുവിന് തന്നെ പരാജയപ്പെടുത്താൻ പറ്റൂ. അപ്പോൾ ഒരു ഞാൻ അസ്വസ്ഥനാകുന്നു, എന്റെ ശത്രു മുഖാന്തരം ഞാൻ അസ്വസ്ഥനാകുന്നു എന്ന് വെച്ചാൽ ഞാൻ അവിടെ പരാജയപ്പെട്ടു. അതിന് കാരണം എന്റെ ബാഹ്യ ശത്രുവല്ല, മറിച്ച് എന്റെ തന്നെ മിത്രങ്ങൾ എനിക്കില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ഇരിക്കുന്നതല്ല എന്റെ ശത്രുക്കളായതുകൊണ്ടാണ് ബാഹ്യമായ ഒരു ശത്രുവിനെ നമുക്ക് എന്തെങ്കിലും തരത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കാൻ കഴിയുന്നു. അപ്പൊ താൻ അസ്വസ്ഥനാകുന്നതാണ്. പുറമേയുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പാടില്ല ഒരു സാധകൻ. ഇന്ന വ്യക്തി മുഖാന്തരം ഇന്ന വ്യക്തി എനിക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നു എന്നൊരു പരാതി ഒരിക്കലൊരു സാധകന്റെ ഉള്ളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അത് അയാളുടെ സ്വയംകൃതമായ ഒരു അനർത്ഥമാണ്, സ്വയംകൃതമായ ഒരു പരാജയമാണ്. ബാഹ്യമായ വ്യക്തിയിൽ നമ്മളത് വെറുതെ ആരോപിക്കുകയാണ്. മറ്റു വ്യക്തികൾക്ക് നമുക്ക് അസൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള അവകാശമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഒരു വ്യക്തിക്കും നമ്മൾക്ക് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നതിനുള്ള അവകാശം ഒരു വ്യക്തിക്കും ഇല്ല. പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ ഒരു അവകാശത്തെ ഏറ്റെടുത്ത് നമുക്ക് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ അസ്വസ്ഥനാകാൻ പാടില്ല. അസ്വസ്ഥനാകുന്നെങ്കിൽ അത് ഉത്തരവാദിത്വം ആ വ്യക്തിയല്ല, താൻ തന്നെയാണ്. എന്നുവെച്ചാൽ തന്റെ ഉള്ളിലിരിക്കുന്ന വിപരീത ഭാവനകളാണ് തനിക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നത്. ആ വിപരീത ഭാവനകൾ തനിക്ക് അസ്വസ്ഥതയെ സൃഷ്ടിക്കാൻ വേണ്ടി ബാഹ്യമായ ഒരു വ്യക്തിയെ അവിടെ അവലംബമാക്കുന്നു എന്നേ ഉള്ളൂ. ബാഹ്യമായ ഒരു വ്യക്തിയെ ആശ്രയിച്ചുകൊണ്ട് തന്റെ ഉള്ളിലിരിക്കുന്ന ദുർവാസനകൾ തന്റെ ഉള്ളിൽ അസ്വസ്ഥതകളെ സൃഷ്ടിക്കുകയാണ്. ആത്യന്തികമായി അവിടെ ആ അസ്വസ്ഥതകൾക്ക് ഉത്തരവാദി താൻ തന്നെയാണ്. ഈ രീതിയിലാണ് ഒരു സാധകൻ ചിന്തിക്കുന്നത്. തനിക്ക് ഒരു ശത്രു പുറമേ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ താൻ ശത്രുവായി കരുതുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം തന്റെ തന്നെ പ്രാരബ്ധം തന്റെ മുമ്പിൽ അപ്പോൾ ശത്രുവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അതിനെ തന്റെ തന്നെ വിവേകം കൊണ്ട് തന്റെ ഉള്ളിൽ തന്നെ ആ ശത്രുതയെ ഉള്ളിൽ തന്നെ നിഹനിച്ച് മനസ്സിനെ ശാന്തമാക്കാൻ ഉള്ള ഒരു കഴിവ് ഒരു സാധകനുണ്ടായിരിക്കണം. അതിനാണ് ഇവിടെ തിതിക്ഷ, സഹനം എന്ന് പറയുന്നത്. ബാഹ്യമായിട്ടുള്ളതിനെ ത്യജിക്കുക എന്ന് പറയുന്നത് അത് വളരെ സ്ഥൂലമാണ്. ആന്തരികമായി വരുന്നതിനെ സഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതാണ് മുഖ്യം. ബാഹ്യമായ ഒന്നിനെയും തന്നെ അസ്വസ്ഥമാക്കാൻ അനുവദിക്കാതിരിക്കുക, അതിനുള്ള മാനസിക സ്ഥൈര്യം ഒരു സാധകനുണ്ടായിരിക്കും. അങ്ങനെ അല്ലാത്തവൻ ദുർബലനാണ്. അവന് ഒരു സാധന മാർഗത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒന്ന് തന്നെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം താൻ അവിടെ പരാജയപ്പെട്ടു, സാധനാമാർഗത്തിൽ താൻ കീഴ്പ്പെട്ടുപോയി, പരാജയപ്പെട്ടുപോയി എന്നാണ്. അതിന് തന്നെ അനുവദിക്കരുത്.
എന്നർത്ഥം. അപ്പൊ ശത്രുക്കൾ നിറയെ ഉണ്ടായിക്കൊള്ളട്ടെ എന്നാണ്. ഇഷ്ടംപോലെ ശത്രുക്കൾ ഉണ്ടാകാം, പക്ഷെ അതൊന്നും തന്നെ അസ്വസ്ഥമാക്കരുത്. തന്നെ അസ്വസ്ഥമാക്കാതിരിക്കുന്നതിന് ഉള്ള ഉപായങ്ങളാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത്. സമാധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ഉപായങ്ങൾ തന്നെയാണ് ഈ തിദിക്ഷയിലും സ്വീകരിക്കേണ്ടത്. ആത്മഭാവന കൊണ്ടാകാം, സർവാത്മസമർപ്പണം കൊണ്ടാകാം, എല്ലാം ഈശ്വരകൃതമാണെന്നുള്ള ഭാവന കൊണ്ട് പ്രത്യേകിച്ച് സഹിക്കേണ്ടി വരുന്നില്ല. അതിനെല്ലാം നമ്മൾ നോക്കിക്കാണേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. സഹിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നത് സംഘർഷം എന്നുള്ള ഒരു ഭാവനയാണ്. ഞാനിങ്ങനെ സഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിനെ ബലാത്കാരമായി ഉൾക്കൊള്ളുന്നു എന്നാ സഹിക്കുക എന്ന് പറയുമ്പോൾ. ഇവിടെ സഹനമെന്ന് പറയുന്ന അത്ര ഒരു ഭാവനയിലേ അല്ല. ഇവിടെ സഹനമെന്ന് പറയുമ്പോൾ എന്താണ്, അയാൾ അതിനെല്ലാം സാക്ഷിയായിരിക്കുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അവിടെ ഒരു ബലപ്രയോഗത്തിന്റെ ആവശ്യമില്ല. ഒന്നിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ഒരു ബലപ്രയോഗമല്ല, മാനസികമായ ഒരു കടമ്പിടുത്തമല്ല സാധനം. മറിച്ച് നിസ്സംഗമായ ഭാവത്തിൽ അനുകൂല പ്രതികൂലങ്ങളെ വീക്ഷിക്കുക, അതാണ് സഹനം. അവിടെ യാതൊരു തരത്തിലുള്ള ബലപ്രയോഗവും ഉള്ളിലില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ വളരെ സഹിക്കുകയാണ്. വളരെ സഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സഹനമല്ല, ഞാൻ വളരെ സംഘർഷം അനുഭവിക്കുന്നു എന്നാണ് എന്റെ അർത്ഥം. ഞാൻ വളരെ സഹിക്കുന്നു എന്ന് പറഞ്ഞു, ആന്തരികമായി വളരെ അങ്ങനെ പറയാറുണ്ട്. ഇന്ന വ്യക്തി, ഇയാൾ ഇവിടെ വന്ന ദിവസം മുതൽ ഇയാൾ എന്റെ നേരെയാണ്, ഇയാൾ സ്ഥിരം എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ട്, ഒന്നുകിൽ ഞാനിവിടെ അല്ലെങ്കിൽ ഇയാൾ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ഇനി തുടരാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ഇത്രയും കാലം ഞാൻ സഹിച്ച് ഇതുവരെ ഞാൻ ആരോടും പരാതി പറഞ്ഞില്ല, ഇപ്പൊ പറയാൻ പോവുകയാണ്. ഇതിനൊരു തീരുമാനം ഉടനുണ്ടാവും. ഞങ്ങൾ ഒരാൾ മതി ഇവിടെ, അല്ലെങ്കിൽ ഞാനിതാ ഇറങ്ങിയിരിക്കാം, മറ്റേ ആളിവിടെ നിൽക്കട്ടെ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇവിടെ എന്താണ്, നമ്മൾ ഒട്ടും സഹിച്ചിട്ടില്ല ഇതുവരെ. നമ്മൾ യാതൊന്നും സഹിച്ചില്ല ഇതുവരെ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തി മുഖാന്തരമായി നമ്മൾ നിരന്തര സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സംഘർഷം ആന്തരികമായിരുന്നു. നമ്മൾ പുറമെ ആരോടും പരാതി പറഞ്ഞില്ല. ഇപ്പോ നമ്മുടെ സംഘർഷത്തെക്കുറിച്ച് പരാതി പറയുകയാണ്. ഇതൊരിക്കലും സഹനമല്ല, ഇത് സംഘർഷമാണ്. സഹനത്തിൽ അങ്ങനെ ഒരു ഭാവമില്ല, സഹനത്തിൽ പരാതിയില്ല. അതാണ് പറയുന്നത് പ്രതീകാരപൂർവകം. പ്രതീകാരം എന്ന് വെച്ചാൽ പരാതിയില്ലാതെ സഹിക്കുക. സഹിക്കുക എന്ന് വെച്ചാൽ പരാതിയില്ലാതെ അതിനെ വീക്ഷിക്കുക. ബുദ്ധിമുട്ടുകൾ കളിലും അയാളുടെ ഉള്ളിൽ സംഘർഷമല്ല, മറിച്ച് സമാശ്വാസമാണ്. അയാൾ ആശ്വസിക്കുന്നു. ആശ്വസിക്കുക എന്ന് വെച്ചാൽ അതും സഹജമായ ഒരു ഭാവനയിൽ അയാൾ എപ്പോഴും നോക്കിക്കാണുന്നു. എന്താണ് ഈ വന്നിരിക്കുന്നത്, ശത്രുവിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് എന്താണ്, എന്റെ പ്രാരബ്ധമാണ്. ഞാൻ എന്നോ ഒരിക്കൽ എവനെ ഇതുപോലെ കഷ്ടപ്പെടുത്തി, അപ്പൊ അതിന് പകരമായിട്ട് ഇവൻ ഇപ്പൊ വന്ന് എന്നെ കഷ്ടപ്പെടുത്തുകയാണ്. ഇപ്പോ ഞാനെന്താണ്, ഒരു ആത്മീയ സാധകനാണ്. അപ്പൊ ഇത് ആ ഭാവനയിൽ കാണുന്നു. ഇത് എനിക്ക് അർഹിച്ചതാണെന്നെങ്കിലും കരുതുക. ഒരു തല്ല് വന്നു കഴിഞ്ഞാൽ ഒരു സാധകൻ ആദ്യം വിചാരിക്കേണ്ടതാണ്, ഇത് കിട്ടേണ്ടതാണ് എന്നാദ്യം വിചാരിക്കും. ഇത് അർഹിച്ചതാണ്, എത്രയോ കാലമായി ഞാനിത് കാത്തിരുന്നതാണ്. ഈ ഒരു അവസരം, ഈ മംഗളകർമ്മം ഇത് കാത്തിരുന്നതാണ്, ഇപ്പൊ കിട്ടി, ഇത്രയും തീർന്നല്ലോ എന്ന്. പിന്നെ അവനും അതുപോലെ കാത്തിരുന്നവനാണെങ്കിൽ തിരിച്ചൊന്ന് കൊടുക്കുന്നതിനും ദോഷമില്ല. അയാളും ചിലപ്പോൾ ഇത് കാത്തിരുന്നതായിരിക്കും, അതിന് വിരോധമില്ല, അത് ചെയ്യണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ തനിക്ക് കിട്ടിയതിനെ ഇങ്ങനെ തന്നെ സ്വീകരിക്കാം. തന്റെ പ്രാരബ്ധമാണിത് തനിക്ക് കൊണ്ടെത്തുന്നത്, തിരിച്ചു കൊടുക്കുമ്പോൾ അയാളും വിചാരിച്ചോളാം. അത് പിന്നെ അയാളുടെ ജോലി, നമ്മുടെ ജോലിയല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനോഭാവം എന്ന് പറയുന്നത് അതാണ്. ഇതുവരെ ഇത് കാത്തിരുന്നതാണ്, ഇപ്പൊ കിട്ടി, ഇത്രയും തീർന്നു, ഇനി ഇതിൽ കുറച്ച് വാങ്ങിയാൽ മതിയല്ലോ, ഇത് ഒന്നുകൂടി കുറഞ്ഞല്ലോ, നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അത്രയും പിൻവലിച്ചിരിക്കുകയാണ്, ഇനി ബാക്കിയുള്ളതുകൂടെ അനുഭവിച്ച് തീർത്താവാം എന്നുള്ളൊരു മനോഭാവത്തോടുകൂടി അപ്പോൾ അവിടെ മനസ്സ് ശാന്തമാകും. അതൊരു പരാതിയില്ല, ആരോടും പരാതി പറയേണ്ട കാര്യം ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് നമ്മളെ അസ്വസ്ഥമാക്കുന്നില്ല, അതിനെ തന്റെ പ്രാരബ്ധത്തിന്റെ ഭാഗമായി കാണുന്നു. ആരെങ്കിലും അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രാരബ്ധത്തിന്റെ ഭാഗമാണ്. ആത്യന്തികമായിട്ട് അതാണ് ഈ അധ്യാത്മശാസ്ത്രം
സ്വീകരിക്കുന്നു. അപ്പൊ ചോദിക്കുന്നു, ഇതെല്ലാം സഹിക്കണമോ? ഒരാൾ സദ്വിചാരങ്ങളുള്ളതുകൊണ്ട് ദുർവിചാരങ്ങളുള്ളവരുണ്ട്. അപ്പോ സത്തുക്കളെ പറയാനല്ല, പണ്ട് മഹർഷിമാര് യാഗം ചെയ്യും, അസുരന്മാര് അതിനെ മുടക്കും. അതുപോലെ സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവര് ദുർമാർഗത്തിൽ സഞ്ചരിക്കുന്നവരും നിരന്തരം ശല്യപ്പെടുത്താൻ ശ്രമിക്കും. ദുർവാസനകളുള്ളവർ സത്തുക്കളെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. അപ്പോ അതിന് പ്രതിവിധിയൊന്നും ചെയ്യണ്ടേ എന്ന് വരും. പ്രതിവിധി ചെയ്യാതെ അപ്രതീകാരപൂർവ്വം എല്ലാം സഹിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ അസ്തിത്വത്തെ ബാധിച്ചു കളയും. അതും ബാധിക്കുന്നുണ്ടോ? ഇപ്പോ പുരയ്ക്ക് തീ വയ്ക്കുന്നു. അപ്പോൾ അതിന്റെ അകത്തിരുന്നുകൊണ്ട് നമ്മൾ പുരയ്ക്കകത്തിരിക്കുകയാണ്, ഓലപ്പുരയാണ്. തീ വയ്ക്കാൻ വന്നു ശത്രു. അപ്പൊ അതിനകത്തോണ്ട് സഹനം സർവ്വദുഃഖാനം, അപ്രതീകാരപൂർവ്വം ഒരു പ്രതികാരവും പാടില്ല, അവൻ തീ വയ്ക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തിരുന്നു കഴിഞ്ഞാൽ അതിൽപ്പെട്ട് വെന്തുപോകുമല്ലോ, തന്റെ അസ്തിത്വത്തെ തന്നെ ബാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ശരി, ഈ തീ എന്നെ അസ്വസ്ഥമാക്കുന്നില്ല, അതുകൊണ്ട് അത് ആളിപ്പടരട്ടെ. ഇതിന്റെ ഇടയ്ക്കൂടി സാധനമൊന്നും നടക്കുമോ? നടക്കത്തില്ല. പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമാധാനം വരും, ദേഹത്തിന് തീ പിടിക്കുമ്പോൾ ആ സമാധാനം വരത്തില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ബാഹ്യമായ. അപ്പൊ അവന് ഭഗവാൻ പ്രായോഗികമായി നിർദ്ദേശിച്ചിരിക്കുന്ന മാർഗം ഇതാണ്. എന്താണ്? വിദ്യസ്വ ദിഗതജ്വര എന്നാണ് പറയുന്നത്. ബാഹ്യമായ പ്രതികാരങ്ങൾ ചെയ്യേണ്ട ഭാഗത്ത് ചെയ്തു തന്നെ തീർന്നു. തീ വയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ അവന്റെ കൈ തന്നെ വെട്ടിക്കളയണം, അതിന് യാതൊരു സംശയവും വേണ്ട. ഇല്ലെങ്കിൽ അവൻ മൊത്തം കത്തിക്കും. അതാണ് ഭഗവാൻ പറയുന്നത്, വിദ്യസ്വ വിഗതജ്വര. അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. എന്റെ അടുത്ത് വേണ്ടാതീനം കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല ഇടി കൊടുക്കും. അത് ആദ്യത്തെ പ്രതികാരം. അതങ്ങനെയാണ്. ബാഹ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നെ പോകണം. പക്ഷേ ആന്തരികമായി എങ്ങനെയായിരിക്കണം? വിഗതജ്വരനായിരിക്കണം. അതാണ് ഭഗവാൻ പറയുന്നത്. അവശ്യം പ്രതികാരം ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രതികാരം ചെയ്യാതിരിക്കുന്നത് ബുദ്ധിത്തമാണ്, മണ്ടത്തരമാണ്. അതായത് ശുദ്ധൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മണ്ഡലം എന്നല്ല അർത്ഥം. അങ്ങനെ ഒരു അർത്ഥമുണ്ട്, ശുദ്ധൻ മണ്ഡലം. അയാൾ വെറും ഒരു ശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ വെറും മണ്ഡലാണെന്നാണ്. അപ്പൊ മണ്ഡലാവണമെന്ന് ഒരു ശാസ്ത്രം ഉപദേശിക്കുന്നില്ല. ഇപ്പോ ഗീതയിൽ പറയുന്നു ശീതോഷ്ണാദികളെ സഹിക്കണം. അതുകൊണ്ട് ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ നല്ല തണുപ്പുള്ളിടത്തും പുതപ്പ് കൈയിരുന്നാലും എടുത്ത് മൂടത്തില്ല. കാരണം ഭഗവാൻ പറഞ്ഞിരിക്കില്ലേ അത് സഹിക്കണം. എന്നാ സഹിച്ചേക്കാം? ശരി, കുറച്ച് സഹിക്കും. സഹിക്കുമ്പോൾ എന്തോരും അവസാനം ന്യൂമോണിയയോ അതുപോലുള്ള അസുഖങ്ങൾ പിടിക്കും. പിന്നെ ഓടും ആശുപത്രിയിലേക്ക്, പിന്നെ ഡോക്ടർ വേണം, മരുന്ന് വേണം. അവിടെ പിന്നെ അത് സഹിക്കാൻ വയ്യ. അപ്പോ സഹിക്കുക എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി സഹിക്കാനുള്ള ശേഷി, ശക്തി നമുക്കില്ല. അപ്പോൾ അതിനെ തുടർന്ന് വരുന്ന പ്രത്യാഘാതങ്ങളെ അതിനെല്ലാം പ്രതിവിധികൾ സ്വീകരിക്കും. എന്നാൽ എവിടെയാണോ പ്രതിവിധി സ്വീകരിക്കേണ്ടത് അവിടെ പ്രതിവിധി സ്വീകരിക്കത്തില്ല. ഭഗവാൻ ധർമ്മശാസ്ത്രം ഇപ്പോൾ എന്താണ്? ആദതായികളെ കൊല്ലാനാ പറയുന്നത്. അതായത് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവൻ, മനുഷ്യന് ചെയ്യാൻ പാടില്ലാത്ത ഹീനമായ കർമ്മങ്ങൾ ചെയ്യുന്നവന് അവനെ കൊല്ലാനാ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള കർമ്മങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ, തന്റെ തന്നെ അസ്തിത്വത്തെ ബാധിക്കുന്ന കർമ്മങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഭഗവാൻ പറയുന്നത് എന്താണ്? വിഗതജ്വരനായി യുദ്ധം ചെയ്യാനാണ്, അതിന് പ്രതികാരം ചെയ്യാനാണ്. ബാഹ്യമായ പ്രതികാരങ്ങൾ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ വളർന്ന് നശിപ്പിക്കും. അപ്പൊ അത് ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ്? ആന്തരികമായി അസ്വസ്ഥനാകരുത് എന്നർത്ഥം. പിന്നെ അത് ചെയ്യുന്നതും സ്വധർമ്മം അനുസരിച്ച് ചെയ്യാവും. സ്വധർമ്മം അനുസരിച്ച് ചെയ്യാവും. എല്ലാവരും പോലീസാകാൻ പാടില്ല. പോലീസ് മാത്രമേ പോലീസാകാവൂ. എല്ലാവരും പോലീസായി കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. അപ്പൊ അവിടെ സ്വധർമ്മവും നോക്കണം. അതാണ് ഗീതയിൽ സ്വധർമ്മത്തെ ആവർത്തിച്ച് പറയുന്നത്. നീ ചെയ്യേണ്ട കർമ്മം അത് നിന്റെ ധർമ്മമാണോ എന്ന് അത് നോക്കുക. അതായതിപ്പോ നമ്മെ ഒരുത്തൻ തല്ലി, അപ്പൊ തിരിച്ചു തല്ലുകയാണോ? അതിന്റെ പ്രതികാരം എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ ഉണ്ട്. അവിടെ ധർമ്മത്തെ നോക്കണം. ഒരുത്തൻ തല്ലി,
അത് തിരിച്ചു തല്ലുന്നതാണോ, അതിന് പ്രതികാരം വേണം. ആ തിരിച്ചു തല്ലുന്നതാണോ ശരി, അതോ അങ്ങനെ തല്ലിയാൽ അതിനെ നിയന്ത്രിക്കേണ്ട വ്യക്തികളുണ്ട്, അവരുടെ അടുത്ത് ഈ വിവരം അറിയിക്കുകയാണ് വേണ്ടത്. ഇനി തല്ലാതിരിക്കുക, ഇനി അവൻ വേറെ ആരെങ്കിലും പോയി രണ്ടും ചെയ്യാം. ഒന്നിനും നമുക്ക് തിരിച്ചു തല്ലാം, അല്ലെങ്കിൽ പോയി അവിടുത്തെ പ്രധാന സ്വാമിയെടുത്ത് പറയാം എന്നെ തല്ലിയിരിക്കുകയാണ്, ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണം. ഇതിലേതാണ് ചെയ്യേണ്ടത്? അവിടെയാണ് സ്വധർമ്മം തിരിച്ചറിയേണ്ടത്. വിവേകമില്ലാത്തവനാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചു തരും. അവന്റെ ഉള്ളിൽ അത് പ്രമാദമാണ്, വീഴ്ചയാണ്. അവനത് ചെയ്യാൻ പാടില്ല. അവനെന്ത് ചെയ്യണം? അത്തരം ഒരുത്തനത് ചെയ്തത് അവന്റെ വിവേകം കൊണ്ടല്ല ചെയ്തത്, വിവേകമില്ലായ്മ കൊണ്ടാണ് ചെയ്തത്. താനവിടെ എന്താണ്? വിവേകത്തോടുകൂടി പ്രതികരിക്കണം. വിവേകത്തോടുകൂടിയുള്ള പ്രതികാരം എന്ന് പറയുന്നത് എന്താണ്? തിരിച്ചു തല്ലുകയല്ല. അവിടെ പ്രധാന ആളുണ്ട്, ആളിനോട് പോയി പറയുക ഇയാള് വിവേകശൂന്യമായി പെരുമാറുന്നുണ്ട്, ഇയാളെ നിയന്ത്രിക്കണം. അപ്പൊ പിന്നെ അവന് തിരിച്ചു തല്ലുകൊടുക്കേണ്ടത് തന്റെ ജോലിയല്ല, അത് പോലീസിന്റെ ജോലിയാണ്, സ്വാമിയുടെ ജോലിയാണ്. സ്വാമി അവനെ പിടിച്ച് തല്ലിക്കോളും. അപ്പൊ ആ രീതിയിൽ ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഇത്തരം കാര്യങ്ങളിൽ അവിടെ എന്ത് ചെയ്യണം? ധർമ്മബോധം, സ്വധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം. പക്ഷെ അവിടെയും പ്രതികാരമാകാം ബാഹ്യമായിട്ടുള്ള, പക്ഷെ ആന്തരികമായി അവിടെ പ്രതികാരമില്ല. ഇതാണ് ഗീതയിൽ ഉപദേശിക്കുന്ന തിദിക്ഷ എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ അർജുനനോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെടത്തില്ല. അർജുനനോടും പറഞ്ഞന് ഇവരെല്ലാം വലിയ ഉപദ്രവമാണ്, ഇവര് ശരിയാക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ട് നീയും പോയി തപസ് ചെയ്തു. അർജുനനും പറഞ്ഞെന്താണ്? ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ക്രൂരമായ ഹിംസാത്മകമായ ഈ കർമ്മത്തെക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? തപസ്സാണ്. ഭൈക്ഷ്യം ഭോക്തും അർഹസി, ഞാൻ ഭിക്ഷാന്നം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ തപസ്സാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വധർമ്മത്തെ വിട്ട് തപസ് പാടില്ല. സ്വധർമ്മം എന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് അവിടെയാണ് വിവേകം ആവശ്യമായി വരുന്നത്. ധർമ്മബോധത്തിന് വിവേകം വേണം. ആ വിവേകത്തോടുകൂടി സ്വന്തം ധർമ്മം മനസ്സിലാക്കി, കാലദേശാനുസൃതമായ ധർമ്മത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികാരങ്ങളാകാം എന്നാണ് ഈ ധർമ്മശാസ്ത്രങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന തിദിക്ഷ. അങ്ങനെ അല്ലാത്തൊരു തിദിക്ഷ എന്നെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ആരും അത് പറഞ്ഞു കൊടുക്കാറുമില്ല. അതായത് എല്ലാം സഹിക്കുക, തന്റെ അസ്തിത്വത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ ബാഹ്യമായി ഒരു തിദിക്ഷ എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയാണ്, പുരയ്ക്ക് തീ വയ്ക്കുമ്പോൾ അവനതിനകത്തിരുന്ന് ഒരുത്തനും രാമനാമം ജപിക്കത്തില്ല എന്നർത്ഥം. ഏതെങ്കിലും സിദ്ധന്മാർ ജീവിച്ചെന്നിരിക്കും, ഒരു സാധാരണക്കാരന് പറ്റത്തില്ല. അവൻ തീ ദേഹത്ത് വെറ്റാൻ നിലവിളിക്കും. പിന്നീട് സാധനയൊക്കെ അടുത്ത ജന്മത്തിലേ പറ്റൂ, ഈ ജന്മത്തിൽ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കരുത്. ഈ ജന്മത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിന് നിലനിൽപ്പ് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ബാഹ്യമായ പ്രതിവിധികൾ സ്വീകരിച്ച ഒരു സാധകന് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ അത് വളരെ വിവേകത്തോടുകൂടിയായിരിക്കണം. ആന്തരികമായിട്ടുള്ള സമാധാനത്തെ കെടുത്തുന്ന ബാഹ്യമായ ഒരു പ്രതികാരങ്ങളും ആരും സ്വീകരിക്കാൻ പാടില്ല. അപ്രതീകാരപൂർവ്വം എന്ന് പറയുന്നതിന് ഒരു സാധാരണ നിലയിൽ നിന്നുകൊണ്ട് അത്രയും എടുക്കാൻ പറ്റും. ഇനി മഹാപുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, സിദ്ധപുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ തലവെട്ടാൻ വന്നു കഴിഞ്ഞാൽ അവർ തല കാണിച്ചു കൊടുക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നേടാനും നഷ്ടപ്പെടാനും ഒന്നുമില്ല. അതുകൊണ്ട് തല വെട്ടാൻ വന്നു കഴിഞ്ഞാൽ തല കൊടുക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും നേടുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവൻ തല വെട്ടാൻ വന്നാൽ തല കാണിച്ചു കൊടുത്താൽ പിന്നെ വേറെ തലയ്ക്ക് വേണ്ടി പിന്നെ കാത്തിരിക്കേണ്ടി വരും, ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അതിപക്ഷം ഉള്ള തലയെ സംരക്ഷിക്കുക, അങ്ങനെ പോകുന്നതായിരിക്കും ഉചിതമായ വഴിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് പറയുന്നതിന്റെ താല്പര്യം. ഭഗവാൻ പറഞ്ഞിരിക്കുന്നു അത് തന്നെ. എന്താണ്? യുദ്ധസ്വ വിഗതജ്വര. പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. നീ നിന്റെ ധർമ്മത്തെ അനുഷ്ഠിക്കൂ. ആ ധർമ്മ അനുഷ്ഠാനത്തിൽ എന്താണ്? നിന്റെ സമചിത്തത വെടിയാതിരിക്കൂ എന്നാണ്. തസ്മാത് യോഗായ യുജ്യസ്വ എന്ന് പറയുന്നതാണ്. യോഗത്തിന് വേണ്ടി പരിശ്രമിക്കൂ. നിന്റെ പരിശ്രമങ്ങളിലെല്ലാം ആന്തരികമായ യോഗം, സമത്വം യോഗയുജ്യതേ. മനസ്സിന്റെ സമത്വമാണ് യോഗം. ആ യോഗത്തെ ആർജിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആർജിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് നീ നിന്റെ ധർമ്മം, കർമ്മം എന്തോ അത് ചെയ്യുക എന്നാണ്. അപ്പൊ ഇത് രണ്ടും ഒരേ സമയം നടത്താനാണ് ഭഗവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബാഹ്യമായ പ്രവർത്തനങ്ങളും ആന്തരികമായ യോഗവും, ഇത് രണ്ടും ഒരേ സമയം. അതാണ് ഗീതയിൽ ഉപദേശിക്കുന്നത്. അത് ജ്ഞാനിയായാലും ഭക്തനായാലും ആരായാലും.
ഒരു സാധന മാർഗമായിട്ട് അതേ സ്വീകരിക്കാൻ പറ്റൂ. ആ തരത്തിലുള്ള തിതിക്ഷ, അതാണ് ഇവിടെ ഒരു സാധകന് പ്രായോഗികമായി സ്വീകരിക്കാൻ പറ്റിയത്. അങ്ങനെയുള്ള തിതിക്ഷ അത് വളരെ ക്ലിഷ്ടമാണ്. അങ്ങനെയുള്ള തിതിക്ഷ സ്വീകരിക്കുക അത് ഒരു മുഖ്യമായ സാധനമാണ് എന്നാണ് ഇവിടെ ശമദമാദി സാധന സമ്പത്ത് എന്നുള്ളതുകൊണ്ട് ഭാഷ്യകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചർച്ച ഗുരുസ്മരണയോടുകൂടി അവസാനിപ്പിക്കുന്നു.